പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 8 പ്രധാന വാർത്തകൾ. ഒമാനിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് പൊതുനിയമം രൂപവൽക്കരിക്കാൻ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. AI-യുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും വളർച്ചയും വിവിധ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന ഇവയുടെ ഉപയോഗവും കണക്കിലെടുത്താണ് ഏകീകൃത നിയമരൂപീകരണത്തിലേക്ക് മന്ത്രാലയം കടക്കുന്നത്. വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിച്ചും പൊതുധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുമാകും പൊതുനിയമം. മന്ത്രാലയം നടപടികളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകാൻ സാധിക്കും. പൊതുനിയമ രൂപീകരണത്തിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ വ്യക്തികളോടും സാങ്കേതിക അക്കാദമിക് വിദഗ്ധരോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിവിധ മേഖലകളിൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി സമ്പദ് വ്യവസ്ഥയുടെ മുന്നേറ്റങ്ങൾ സാധ്യമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. ഇതിനായി AI-ക്ക് പ്രാപ്തമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. മാത്രമല്ല, AI-യെക്കുറിച്ചുള്ള പൊതു അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതേസമയം AI സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് പൊതുനിയമം രൂപവൽക്കരിക്കുമ്പോൾ ദേശീയ മൂല്യങ്ങളും തത്വങ്ങളും അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തും. പൊതുജനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാകണം. ഈ മാസം 28-ന് മുമ്പ് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കണമെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ആവശ്യപ്പെട്ടു. നിർദ്ദേശങ്ങളുടെ മേൽ മന്ത്രാലയം അവലോകനം നടത്തിയ ശേഷമാകും നിയമരൂപീകരണം പരിഗണിക്കുക. കുടുംബവുമായി പിണങ്ങി ടെലിഫോൺ ബന്ധം വിച്ഛേദിച്ചും വീട്ടുകാരെ ബന്ധപ്പെടാതെയും കഴിഞ്ഞ പ്രവാസി യുവതിയെ കണ്ടെത്തി റോയൽ ഒമാൻ പോലീസ്. കഴിഞ്ഞ ജൂലൈയിൽ ഒമാനിലെത്തി പ്രവാസ ജീവിതം ആരംഭിച്ച ഇന്ത്യക്കാരിയാണ് കുടുംബത്തെയും അധികൃതരെയും കുഴക്കിയത്. ഒമാനിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞും വീട്ടുകാരെ ബന്ധപ്പെടാതിരുന്നതോടെ കുടുംബം അന്വേഷണവുമായി രംഗത്തെത്തിയത്. ഒമാനിലേക്ക് ജോലിക്ക് പോയ ഭാര്യയെ കാണാനില്ലെന്നും ഇവരെ കണ്ടെത്താൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭർത്താവ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടുകയുമായിരുന്നു. തനിക്ക് 2 മക്കളുണ്ടെന്നും ഭാര്യയെ കണ്ടെത്തി നൽകണമെന്നും പറഞ്ഞാണ് ഇയാൾ രംഗത്തെത്തിയത്. സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ഉടനെ റോയൽ ഒമാൻ പോലീസ് അന്വേഷണം നടത്തുകയും ഇവരെ കണ്ടെത്തുകയുമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ് കുടുംബവുമായി ബന്ധപ്പെടാതിരിക്കുന്നതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. പ്രവാസി യുവതി ഒമാനിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച പുതിയ സ്മാർട്ട് ഗേറ്റുകളുടെ പ്രവർത്തന രീതി വിശദീകരിച്ച് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ. യാത്രക്കാരുടെ യാത്രാരേഖകൾ പരിശോധിച്ച് ബയോമെട്രിക് വിരലടയാളവുമായി താരതമ്യം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതാണ് പുതിയ ഇലക്ട്രോണിക് ഗേറ്റുകൾ. യാത്രക്കാരന്റെ മുഖം സ്കാൻ ചെയ്ത് ROP രേഖയിൽ രജിസ്റ്റർ ചെയ്ത ബയോമെട്രിക് വിരലടയാളവുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുക. ഇവ ശരിയായാൽ അതിവേഗം യാത്ര സാധ്യമാകും. ഡിപ്പാർച്ചർ ഹാളിനും അറൈവൽ ഹാളിനും ഇടയിലാണ് സ്മാർട്ട് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. യാത്രക്കാരന്റെ നടപടികളുടെ വേഗത, ഗേറ്റിനുള്ളിൽ നിൽക്കുന്ന രീതി, മുഖസവിശേഷതകൾ രേഖപ്പെടുത്തുന്നതിനായി ക്യാമറയിലേക്ക് നോക്കുന്ന രീതി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഗേറ്റിന്റെ പ്രവർത്തനശേഷിയും വേഗതയും. ഡിപ്പാർച്ചർ ഹാളിൽ 6 ഗേറ്റുകളാണ് പുതുതായി സ്ഥാപിച്ചത്. ഇതുവഴി ഒരു മണിക്കൂറിൽ 1000-ൽ പരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയും. അറൈവൽ ഹാളിലെ 12 ഗേറ്റുകൾക്ക് ദിവസം 24,000-ലധികം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒമാൻ വിഷൻ 2040-ന്റെ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് യാത്രാ നടപടികൾ ത്വരിതപ്പെടുത്തുന്ന ഗേറ്റുകൾ സ്ഥാപിച്ചതെന്ന് ഒമാൻ എയർപോർട്ട് CEO ഷെയ്ഖ് ഐമൻ ബിൻ അഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഹുസ്നി പറഞ്ഞു. യാത്രക്കാർക്ക് വേഗത്തിലും സുരക്ഷിതമായും സ്വയം സേവനം നൽകുന്നതിനാണ് പുതിയ സംവിധാനം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നവർക്ക് കർശന മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ. ഒമാൻ ഗതാഗത നിയമം ആർട്ടിക്കിൾ 45/5 പ്രകാരം 500 റിയാൽ പിഴയും 3 മാസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണിതെന്നും ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും അധികൃതർ ഉണർത്തി. ഇത്തരത്തിൽ വാഹനമോടിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നതും കുറ്റകൃത്യമാണ്. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന തുടർന്ന് മന്ത്രാലയം. ദോഫാർ ഗവർണറേറ്റിൽ ജൂലൈയിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ 651 നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു. വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന തുടരുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് തെരുവ് കച്ചവടം നടത്തിയ 218 പേർ, കുന്തിരിക്കവും മറ്റും വിൽപ്പന നടത്തിയ 81 പേർ, ഡെലിവറി സേവനം നടത്തിയ 35 പേർ, 23 റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, കാർ വാടകയ്ക്ക് നൽകുന്ന 18 പേർ തുടങ്ങിയവർ അറസ്റ്റിലായവരിൽ പെടുന്നു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. പിടിക്കപ്പെട്ടാൽ തൊഴിൽ താമസ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കും. ഖരീഫ് കാലത്ത് തൊഴിൽ നിയമലംഘനങ്ങൾ ഒഴിവാക്കുകയും സുരക്ഷിതവും സുസ്ഥിരവുമായ തൊഴിൽ വിപണി പ്രദാനം ചെയ്യുകയുമാണ് ലക്ഷ്യമെന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു.
കഴിഞ്ഞ വർഷം ഒമാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 221 HIV കേസുകൾ. ഇതിൽ 54 പേർ സ്ത്രീകളാണ്. രാജ്യത്ത് നിലവിൽ HIV ബാധിതരുടെ എണ്ണം 2339 ആണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വടക്കൻ മേഖലയിലും ദോഫാറിലും ഇന്നലെയും മഴ തുടർന്നു. ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരുകയാണ്. ആദം, മനാഹ്, ഹൈമ, മഹ്ദ, ഇബ്രി, ഇബ്ര, ജബൽ അക്തർ തുടങ്ങിയ വിലായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ മഴ പെയ്തത്. എവിടെയും അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ മഴ ലഭിച്ച സ്ഥലങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകുകയും താപനില താഴുകയും ചെയ്തു. വാദികൾ പലതും നിറഞ്ഞ് വെള്ളം റോഡുകളിലേക്ക് ഒഴുകി. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. മഴ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്കി സിനാവ് റോഡിൽ 5 പേർ സഞ്ചരിച്ച വാഹനം വാദിയിൽപ്പെട്ട് ഒരു കുട്ടി മരണപ്പെടുകയും 4 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. രക്ഷപ്പെട്ടവരെ ഇബ്ര റഫറൻസ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. മറ്റൊരു സംഭവത്തിൽ വാദി ബനി ഹനിയിൽ വാദിയിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അക്കൗണ്ടിൽ പണമില്ലാത്തതിന്റെ പേരിൽ 2023 മടങ്ങിയത് 3,62,000 ചെക്കുകളെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ റിപ്പോർട്ട്. 2022 ബൗൺസായ ചെക്കുകളുടെ എണ്ണം 3,87,000 ആയിരുന്നു. 9.8% കുറവ് രേഖപ്പെടുത്തി. ഇടപാടുകൾക്ക് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചത് ചെക്ക് കേസുകളുടെ എണ്ണം കുറച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അക്കൗണ്ട് റദ്ദാക്കൽ, മരവിപ്പിക്കൽ തുടങ്ങിയ കാരണങ്ങളാലും ചെക്കുകൾ മടങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ 31,614 ചെക്കുകളാണ് കഴിഞ്ഞ വർഷം മടങ്ങിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യമായി ചെക്ക് മടങ്ങൽ മാറിയിട്ടുണ്ട്. അതേസമയം ഇക്കാലയളവിൽ ചെക്ക് വഴിയുള്ള ഇടപാടുകളിലും വലിയ കുറവുണ്ടായി. 2018 രാജ്യത്ത് 4.7 ദശലക്ഷം ചെക്ക് ഇടപാടുകളാണ് നടന്നത്. 2023 ഇത് 3.7 ദശലക്ഷമായി കുറഞ്ഞു. എന്നാൽ മൊബൈൽ പേയ്മെന്റുകളിൽ കുതിച്ചുചാട്ടമുണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മൊബൈൽ പേയ്മെന്റിൽ മാത്രം 726% വർധനയാണ് രേഖപ്പെടുത്തിയതെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അത്യാധുനിക ടെക്നോളജി കോഴ്സുകൾ ഇനി മസ്കത്തിലും ലഭ്യമാകും. ജിടെക് മസ്കത്ത് സെന്റർ മസ്കത്ത് ജനറൽ സെക്രട്ടേറിയറ്റ് അംഗവും അറബ് യൂറോപ്യൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇന്റർനാഷണൽ ലോയുടെ ഔദ്യോഗിക പ്രതിനിധിയുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖൽഫാൻ അൽ ഖുഫാലി ഉദ്ഘാടനം ചെയ്തു. ജിടെക്കിന്റെ 769ാമത് സെന്ററാണ് മസ്കത്തിലെ അൽ ഖുവൈറിൽ ഉദ്ഘാടനം ചെയ്തത്. അത്യാധുനിക ട്രെൻഡി കോഴ്സുകളായ റോബോട്ടിക്സ്, AI, SAP, ഡാറ്റ സയൻസ്, മോഷൻ ട്രാഫിക്സ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത സ്കില്ലിംഗ് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി മസ്കത്തിലും ജിടെക്കിന്റെ സേവനം ലഭ്യമാകും. അൽഗുബ്രയിലെ അവന്യൂ മാളിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് ഐ മണലോടിയും മറ്റ് വിശിഷ്ടാതിഥികളും ചടങ്ങിൽ സംസാരിച്ചു. ഡോളറിനെതിരെ രൂപ റെക്കോർഡ് തകർച്ചയിലെത്തി. ഇന്നലെ കറൻസി വിപണിയിൽ ഡോളറിനെതിരെ 83 രൂപ 97 പൈസ വരെ എത്തി. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഏഷ്യൻ കറൻസിയായി മാറുകയാണ് രൂപ. റിയാലുമായുള്ള വിനിമയ നിരക്കും ഉയരുകയാണ്. ഇന്നലെ ഒരു റിയാലിന് 217 രൂപ 85 പൈസയാണ് ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. സർവകാല റെക്കോർഡ് വിനിമയ നിരക്കാണിത്. രൂപയുടെ മൂല്യം 84 കടക്കാതിരിക്കാൻ റിസർവ് ബാങ്ക് വലിയ ജാഗ്രതയിലാണ്. ഇറക്കുമതിക്കാർ കൂടുതൽ ഡോളർ ഡിമാൻഡ് ചെയ്തത് മൂല്യത്തകർച്ചയ്ക്ക് കാരണമായി. യെന്നും യുവാനും ഉപയോഗിച്ചുള്ള ക്യാരി ട്രേഡുകൾ കൂടിയത് രൂപയ്ക്ക് വലിയ വെല്ലുവിളിയായെന്നാണ് വിലയിരുത്തൽ. കറൻസി വ്യാപാരത്തിൽ ശ്രദ്ധ വേണമെന്ന് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഡോളറിന് 84 രൂപയെന്ന നിരക്ക് കടക്കാതിരിക്കാൻ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രൂപ 83 രൂപ 96 പൈസ എന്ന നിരക്കിലെത്തിയിരുന്നു. നോൺ ഡെലിവറബിൾ ഫോർവേഡ് മാർക്കറ്റിൽ ഇറക്കുമതിക്കാരുടെ ഡോളർ ബിഡുകൾ കൂടുന്നതിൽ ജാഗ്രത വേണമെന്ന് RBI നിർദ്ദേശം നൽകി. കൂടുതൽ തുക നാട്ടിലേക്ക് അയക്കാൻ ഇന്ത്യൻ പ്രവാസികൾക്ക് സാധിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരും പ്രവാസികളിലുണ്ട്. രാജ്യത്തേക്ക് മയക്കുമരുന്നുമായി എത്തിയ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗമാണ് ഇവരെ പിടികൂടുന്നത്. മരിജ്വാന ഉൾപ്പെടെ ഇവരിൽ നിന്ന് കണ്ടെടുത്തു. ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും ROP പ്രസ്താവനയിൽ അറിയിച്ചു.
സുഹാർ KMCCയും ലൈഫ് ലൈൻ ഹോസ്പിറ്റലും സംയുക്തമായി സുഹാർ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് അധികൃതരുടെ സഹകരണത്തോടെ നടത്തുന്ന രക്തദാന ക്യാമ്പ് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ രാത്രി 8 മണി വരെ സുഹാർ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ 2ാം നിലയിൽ വെച്ച് നടക്കും. ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിൽ 2 ദശലക്ഷം റിയാലിന്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കരാർ ഒപ്പുവെച്ചു. ജബൽ അക്തർ പാർക്ക്, വിവിധ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. വഹ്ല, ഇസ്കി വിലായത്തുകളിൽ മറ്റു പദ്ധതികളും ഗവർണറേറ്റ് അധികൃതർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ കഴിഞ്ഞ വർഷം പുതുതായി 1 ലക്ഷത്തിൽ പരം ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രം റിപ്പോർട്ട്. ഒരു വർഷത്തിനിടെ 1,35,000-ലധികം പേർ ലൈസൻസ് സ്വന്തമാക്കി. ഇവരിൽ 72,000-ലധികം പേർ പ്രവാസികളും 62,000 പേർ സ്വദേശികളുമാണ്. 3,27,000-ലധികം പേർ ലൈസൻസുകൾ പുതുക്കിയതുൾപ്പെടെ 4,62,000-ലധികം ലൈസൻസുകളാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത്. അതേസമയം റോയൽ ഒമാൻ പോലീസ് പോർട്ടൽ വഴി 70,000-ലധികം ലൈസൻസുകളാണ് 2023 അനുവദിച്ചതെന്നും കണക്കുകൾ പറയുന്നു. ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള ഓൺലൈൻ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നവർ വർദ്ധിച്ചുവരികയാണ്. നേരിട്ട് ROP സേവന കേന്ദ്രങ്ങളിലെത്തി നടപടികൾ പൂർത്തിയാക്കിയാണ് നേരത്തെ ലൈസൻസ് പുതുക്കിയിരുന്നതെങ്കിൽ ROP ആപ്ലിക്കേഷൻ വഴിയും സന്നദ്ധ സെന്ററുകൾ വഴിയും ഇപ്പോൾ ലൈസൻസ് പുതുക്കാനാകും. പോലീസ് സേവനങ്ങൾ ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ലൈസൻസ് പുതുക്കുന്നതും ഓൺലൈൻ വഴിയാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.